ഹരിശ്രീ ഗണപതായ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പൊരുത്തചിന്തയിലെ പാപസാമ്യ ചിന്തയിൽ ആദിത്യൻ 7-ാം ഭാവവുമായി ബന്ധപ്പെടുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളും അതിന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാരങ്ങളും എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദിത്യൻ 7-ൽ നിന്നാൽ ഉള്ള ഫലം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ആദിത്യൻ 7-ൽ നിന്നാൽ വിവാഹത്തിന് താമസം, ദുർമാർഗം, സ്ത്രീ വിരോധം, യാത്ര, ഭാര്യാദുരിതം, സംശയം തുടങ്ങിയ ഫലം. അപ്പോൾ ഈ സംശയമൊക്കെ മൂർച്ഛിച്ച് മറ്റ് ശുഭഗ്രഹങ്ങളുടെ ഒന്നും ദൃഷ്ടിയില്ലെങ്കിൽ അവിടെ ഒരു ഉപേക്ഷാലക്ഷണം തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. പിന്നെ 8-ൽ നിൽക്കുകയാണെങ്കിൽ ആദിത്യൻ രോഗം, സ്ഥാനഭംഗം, നയനരോഗം, ഒതുങ്ങിയ ജീവിതം, ദാരിദ്ര്യം തുടങ്ങിയവയായിരിക്കും ഫലം. പിന്നെ 8 ആയുസിൻ്റെ സ്ഥാനമാണല്ലോ, അവിടെ ഒരു പാവഗ്രഹം നിൽക്കുന്നതിൻ്റെ ദോഷവും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിലോ ഈ 7-ലോട്ട് ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ നയനരോഗവും പിത്താധിക്യം, ഉഷ്ണശരീരം, ഇച്ഛാശക്തി ഇവയൊക്കെ കാണും. എന്നാലും ധാർമ്മികമായ മനസ്സ് കാണും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പിത്താധിക്യവും പിന്നെ അതുപോലെ തന്നെ ഈ 7-ലോട്ടുള്ള ദൃഷ്ടി ദോഷം ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ 2-ൽ നിന്നാൽ സന്താന ദുരിതം, ബന്ധുവിയോഗം, കലഹം, വാഗ്ഭൂഷണം, ധനഹാനി, രാജഭീതി എന്നിവയൊക്കെയാണ് പറയുന്നത്. ഈ 2-ൽ നിൽക്കുന്ന ആദ്യത്തിന് 8-ലോട്ടുള്ള ദൃഷ്ടികളുണ്ട്, അങ്ങനെ ഒരു ദോഷം വരാം. പിന്നെ 4-ൽ നിന്നാലുള്ള ഫലം നമുക്ക് നോക്കാം. 4-ൽ നിന്നാൽ ഭോഗം, ധനം, ഭൂമി എന്നിവയ്ക്ക് നാശമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കളത്ര ദുരിതവും പറയുന്നു. വാഹനാപകടം, അഗ്നിപീഡ തുടങ്ങിയവ ഫലമാണ്. അപ്പോൾ അതുമൊക്കെ വിവാഹ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് 12-ൽ നിന്നുള്ള ഫലമാണ് നോക്കുന്നത്. അവിടെ 12-ൽ നിന്നാൽ ക്ലേശങ്ങൾ, ധനഹാനി, കുടുംബ ദുരിതങ്ങൾ, കലഹം, യാത്രാക്ലേശം, വിദേശത്ത് ക്ലേശം എന്നിവയൊക്കെയാണ് ഫലം. ജാതകത്തിൽ സൂര്യൻ ദുർബലനും അനിഷ്ടഫലദാതാവുമായ വ്യക്തികളിൽ ആത്മവിശ്വാസം കുറവായിരിക്കും. സ്വന്തം യോഗ്യതയിലും കഴിവിലും കരുത്തിലും അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ പ്രകടിപ്പിക്കേണ്ട ധൈര്യവും ഇച്ഛാശക്തിയും കുറവായ ഇവർ അകാരണമായി മറ്റുള്ളവരെ ഭയക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രേരകശക്തി കുറവായ ഇവർ എപ്പോഴും മറ്റുള്ളവരെ മാനസികമായും ഭൗതികമായും ആശ്രയിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്നു. സ്വയം ഒരു കാര്യവും ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഇവർ തങ്ങളുടെ വ്യക്തിത്വം ബന്ധുക്കളും സുഹൃത്തുക്കളും അംഗീകരിക്കുമോ എന്ന ഭയം വെച്ച് പുലർത്തുന്നു. സ്വന്തം കഴിവുകളിലും വ്യക്തിത്വത്തിലും വിശ്വാസമില്ലാത്ത ഇവർ സാധാരണ മടിയന്മാരും അലസന്മാരുമായിരിക്കും. പിതാവിൽ നിന്ന് സാധാരണ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കുറവുമായിരിക്കും. ശാരീരികമായി ഇവർക്ക് കരുത്ത് കുറവായിരിക്കും. വിളർച്ച, രക്തക്കുറവ്, ദഹനശക്തിക്കുറവ്, ഹൃദയദൗർബല്യം, രക്തചംക്രമണത്തിലെ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാവാം. പിത്തം, ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൊള്ളൽ, അസ്ഥിരോഗങ്ങൾ എന്നിവ ബാധിക്കാൻ സാധ്യത കൂടുതലായിരിക്കും. രോഗപ്രതിരോധ ശക്തി കുറവായ ഇവർ തണുപ്പ് ഇഷ്ടപ്പെട്ടാലും അതിനെ നേരിടുന്നതിൽ കഴിവ് പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ജാതകമാണ്. ഇങ്ങനെ ദോഷസ്ഥാനത്താണ് ആദിത്യൻ നിൽക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി ആദിത്യ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും ഉചിതം. ആദിത്യൻ നിൽക്കുന്ന രാശി അനുസരിച്ചും ദൃഷ്ടി യോഗാദികൾ അനുസരിച്ചും വേണം ഫലം പറയുവാൻ. ഏത് ആദിത്യൻ സ്വക്ഷേത്രത്തിലോ ചുഗ്നത്തിലോ അതുപോലെ തന്നെ ഉച്ചക്ഷേത്രത്തിലോ മേടത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ അത്ര ദോഷം പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആദിത്യന് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികൾ ഉണ്ടെങ്കിൽ ദോഷഫലങ്ങൾക്ക് ആധിക്യം കൂടുകയും ചെയ്യും. സൂര്യദശാകാലത്താവും ഈ ദോഷഫലങ്ങൾക്കൊക്കെ ആധിക്യം കൂടുതൽ അനുഭവപ്പെടുക. അവയൊക്കെ മനസ്സിലാക്കി വേണം പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ. ഇനി വിവാഹ പൊരുത്ത ചിന്തയിൽ ആദിത്യൻ ഇങ്ങനെ വിവാഹ ജീവിതത്തെ ബാധിക്കുന്ന ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ജാതകമാവണം യോജിപ്പിച്ചു കൊടുക്കുവാൻ. പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ആദിത്യൻ ഇങ്ങനെയൊക്കെ പിഴച്ചു നിൽക്കുന്നെങ്കിൽ നിത്യവും സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്നെഴുന്നേൽക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ആദിത്യപ്രിയമായ സ്തോത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമായിരിക്കും. ആദിത്യഹൃദയം പോലെയുള്ള സ്തോത്രങ്ങൾ ഏവർക്കും പരിചയമാണല്ലോ. അതുപോലെ ഔഷധ സ്നാനം,
നന്നായിരിക്കും. ഇരട്ടിമധുരം, മനയോല, കുങ്കുമപ്പൂവ്, ദേവതാരം, രാമച്ചം, പതിമുഖം, പുഷ്കരമൂലം, ഏലം, പാതിരി തുടങ്ങിയവ ഇട്ട് തിളപ്പിച്ച ജലത്തിൽ കുളിക്കുന്നതായിരിക്കും നല്ലത്. നിത്യസ്നാനത്തിന് ഇത് കഴിയില്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളോ ആദിത്യപ്രീതികരമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസവും ഇപ്രകാരം ഔഷധ സ്നാനം ചെയ്യാവുന്നതാണ്. പിന്നെ വസ്ത്രധാരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യന് പ്രധാനമായ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും. ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കാമെന്നും വിധിയുണ്ട്. ഞായറാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസത്തിലുമൊക്കെ ഈ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നാൽ കൊള്ളാം. അതുപോലെ തന്നെ ആദിത്യ ക്ഷേത്രത്തിലും കൊണാർക്ക് ആദിത്യ ക്ഷേത്രം ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒക്കെ അത് ഒറീസയിലാണ്. അങ്ങനെ ആദിത്യ ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ ഒക്കെ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ ആദിത്യന് പറഞ്ഞിരിക്കുന്ന പുഷ്പം ചുവന്ന പുഷ്പങ്ങളാണ്. പിന്നെ രത്നം ചിന്തിക്കുകയാണെങ്കിൽ മാണിക്യമാണ് സൂര്യൻ്റെ രത്നം. ശുദ്ധമായ മാണിക്യം വിലയേറിയതാണ്. ചുവന്ന താമരയുടെ നിറം, കുങ്കുമ നിറം തുടങ്ങിയവ മാണിക്യത്തിൻ്റെ നിറങ്ങളാണ്. ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ഹൃദയ ദൗർബല്യങ്ങളെ പരിഹരിക്കുന്നതുമാണ് ശുദ്ധമായ മാണിക്യം. ആലസ്യം, നിരാശ എന്നിവയെ അകറ്റി പ്രവർത്തനശേഷിയും ധൈര്യവും പ്രദാനം ചെയ്യാൻ കഴിവുള്ളവയാണ് മാണിക്യം. പേര്, പ്രശസ്തി, സമ്പത്ത്, പ്രതാപം എന്നിവയും ശുദ്ധ മാണിക്യധാരണത്തിലൂടെ കൈവരുന്നു. അതുപോലെ ജാതകമൊക്കെ നോക്കി വേണം ഈ രത്നധാരണ എപ്പോഴും നടത്തുവാൻ. കാരണം അല്ലെങ്കിൽ അതിൽ പാർശ്വഫലങ്ങൾ ധരിക്കാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ അതിൽ അതായത് വിട്ടുമാറാത്ത പനിയും അൾസറും ഹൈപ്പർ ടെൻഷനും പിത്താദിക്കും ഒക്കെ ഉള്ളവർക്ക് മാണിക്യം ധരിക്കാൻ പാടില്ല. അതുപോലെ അമിതമായ ആത്മവിശ്വാസവും അധികമായ ആഗ്രഹങ്ങൾ, അധികാരമോഹം, അധികമായ അഹംബോധം, പൊങ്ങച്ചം എന്നിവയുള്ളവരും മാണിക്യധാരണം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ മാണിക്യം ധരിക്കാൻ പറ്റുമോ എന്നുള്ളത് ജാതക പരിശോധനയിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ മാണിക്യം ധരിക്കാൻ പാടുള്ളൂ. അതുപോലെ 3 ക്യാരറ്റെങ്കിലും വേണം മാണിക്യത്തിന്. സ്വർണത്തിലോ ചെമ്പിലോ ഒക്കെ നിർമ്മിച്ച മോതിരമാണ് മാണിക്യം ഘടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ രത്നം ശരീരത്തെ സ്പർശിക്കത്തക്ക വിധം മോതിരത്തിൻ്റെ അടിഭാഗം തുറന്നിരിക്കുകയും വേണം. എന്നിട്ട് ആ മോതിരം ഒരു പുരോഹിതനെ കൊണ്ട് വിധിപ്രകാരം പുണ്യാഹം തളിപ്പിച്ച് ശുദ്ധി ചെയ്ത ശേഷം വേണം ധരിക്കേണ്ടത്. അപ്പോൾ അത് ഞായറാഴ്ച ദിവസങ്ങളിലെ സൂര്യോദയ സമയത്തായിരിക്കണം ഈ മോതിരം ധരിക്കാൻ. കാർത്തിക, ഉത്രാടം നാളുകളിലും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസമായിരിക്കണം. മേടം 10-ാം തീയതിയും മേടത്തിലെയും ചിങ്ങത്തിലെയും ഞായറാഴ്ചകൾ എന്നിവയൊക്കെ മാണിക്യ മോതിരം ധരിക്കുന്നതിന് ഉത്തമമായ ദിനങ്ങളാണ്. രാവിലെ സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം ശുദ്ധമായി മാണിക്യം ധരിക്കണം. അതിന് മാണിക്യം ധരിക്കാനും പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലിക്കൊണ്ട് വേണം ധരിക്കാനെന്നാണുള്ളത്. നമസ്തുഭ്യം 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 ദിവാകര ത്വത്തേജ പരിപൂർണം തു രത്നം ഭവതു തത്പ്രഭോ ധാരായാമി മഹാരത്നം ത്വദീര്യ പരിശോഭിതാം പാവാനീമേ പ്രണശ്യന്തു പ്രഭാകര നമോസ്തുതേ എന്ന മന്ത്രധാരണത്തോടു കൂടി ധരിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ആദിത്യദോഷ ശാന്തിക്ക് യന്ത്രങ്ങളൊക്കെ എഴുതി ധരിക്കുന്നത് നന്നായിരിക്കും. ആദിത്യം മംഗല്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ വിവാഹത്തിന് കാലതാമസമോ അതുപോലെ മംഗല്യ തടസ്സമോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഉപേക്ഷാ ലക്ഷണം ഇവയൊക്കെ മാറിക്കിട്ടുവാനായിട്ട് ഉമാമഹേശ്വര പൂജയോ സ്വയംവര പൂജയോ ഒക്കെയാണ് നടത്തേണ്ടത്. ശൈവമതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു രൂപകൽപ്പനയാണ് അർദ്ധനാരീശ്വരൻ. അതായത് ശിവനും പാർവതിയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ദാർഢ്യത്തോടൊപ്പം തന്നെ ഇത് മറ്റൊരു ഉദാത്ത സങ്കല്പത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ശക്തിയുമായി ചേരുമ്പോൾ മാത്രമാണ് ശിവന് കർമ്മശേഷി ഉണ്ടാകുന്നത്. പുരുഷനായ ശിവൻ്റെയും പ്രകൃതിയായ പാർവതിയുടെയും സംയോഗമാണ് പ്രപഞ്ചോൽപത്തിക്ക് കാരണമായത് എന്ന ആശയമാണ് ഈ സങ്കല്പത്തിന് പിന്നിൽ. കാളിദാസൻ്റെ രഘുവംശത്തിലെ മനോജ്ഞമായ ആ ശ്ലോകം ഇവിടെ സ്മരണീയമാണ്. വാഗാർത്ഥവിവ സംപൃക്തോ വാഗാർത്ഥപ്രതിപത്തയെ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. അതായത് വാക്കും അർത്ഥവും എന്ന പോലെ അഭേദ്യ ബന്ധത്തോടു കൂടിയ ജഗത്പിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വാക്കും അർത്ഥവും എന്ന പോലെ തോന്നുന്നതിന് വേണ്ട പോലെ തോന്നുന്നതിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ അതാണ് ഈ ശിവപാർവതിമാരെ തന്നെയാണ്, ഈ പാർവതി പരമേശ്വരന്മാരെ തന്നെയാണ്
മംഗല്യ ദോഷങ്ങൾ മാറിക്കിട്ടുവാനും നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്വയംവര പാർവതി മന്ത്രം കുളിച്ച് ശുദ്ധമായി വിളക്കിന് മുന്നിലിരുന്ന് 36 തവണ ജപിച്ചാൽ ഫലം നിശ്ചയമാണ്. അത് വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് സ്വയംവര മന്ത്രം. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നിശ്ചിത തിങ്കളാഴ്ചകളിൽ വ്രതനിഷ്ഠയോടുകൂടി ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് മംഗല്യ തടസ്സം മാറിക്കിട്ടുവാനും നല്ലൊരു ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യും. കേരളത്തിൽ ഉമാമഹേശ്വര ക്ഷേത്രങ്ങൾ എല്ലാ ജില്ലകളിലുമുണ്ട്. പാർവതീദേവിയെ കൂടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലെല്ലാം സ്വയംവര പൂജ നടത്താറുണ്ട്. നിശ്ചിത തിങ്കളാഴ്ചകളിൽ സ്വയംവരാർച്ചന, അതായത് 7, 12 ഇങ്ങനെയൊക്കെയുള്ള നിശ്ചിതമായ ഒരു തിങ്കളാഴ്ചകളിൽ നമ്മൾ സ്വയംവര അർച്ചന വെള്ള പൂക്കളാൽ, മുല്ലപ്പൂവോ ഒക്കെ കൊണ്ടെടുത്ത് സ്വയംവരാർച്ചന നടത്തുന്നത് വിവാഹ തടസ്സമൊക്കെ മാറിക്കിട്ടുവാൻ നല്ലതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കൊടുങ്ങല്ലൂരുള്ള തിരുവഞ്ചിക്കുളം ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അവിടെ പള്ളിയറ പൂജ എന്നൊരു പൂജ അമ്പലത്തിൽ നടത്താറുണ്ട്. പൗർണമി ദിവസം അത് കണ്ട് ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ ദിവസവും നടത്തുന്ന പൂജയാണ്. എന്നാലും പൗർണമിക്ക് അവിടെ വിശേഷാൽ 3 എണ്ണമോ ഒക്കെ നടത്തിയാൽ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണല്ലോ തിരുവൈരാണിക്കുളം. ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങി 12 ദിവസം പാർവതീദേവിയുടെ നടതുറപ്പ് വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം. അവിടെ ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ സമർപ്പിച്ചാൽ മംഗല്യ തടസ്സവും ദീർഘമംഗല്യവുമൊക്കെ ലഭ്യമാകും എന്നാണ് വിശ്വാസം. ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക വഴി ആദിത്യൻ അനിഷ്ടഭാവങ്ങളിലൊക്കെ നിന്നാലുണ്ടാകുന്ന മംഗല്യ തടസ്സത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും. ഉറുദു ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള പ്രസിദ്ധമായ ജ്യോതിഷ ഗ്രന്ഥമായ ലാൽ കിതാബിൽ ലളിതവും കൗതുകകരവുമായ ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിസർഗ പാവനായതുകൊണ്ട് തന്നെയാവണം എല്ലാ ഭാവങ്ങളിലും ആദിത്യൻ നിന്നാലുള്ള ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നു ലാൽ കിതാബിൽ. ലഗ്നത്തിൽ നിന്നാൽ സദാചാരം ശീലമാക്കുക, ഗൃഹത്തിൻ്റെ വലതുവശത്തായി ഒരു ഇരുട്ട് മുറി പണിയെടുപ്പിക്കുക എന്നാണ് പറയുന്നത്. 2-ൽ ആദിത്യൻ നിൽക്കുമ്പോൾ സൗജന്യമായി ഒന്നും സ്വീകരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ചന്ദ്രനുമായി ബന്ധപ്പെട്ട അരി, വെള്ളി, പാൽ തുടങ്ങിയവ. പിന്നെ സദാചാരം ശീലമാക്കാൻ പറയുന്നു. നാളികേരം, വെളിച്ചെണ്ണ, ബദാം എന്നിവ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നും പറയുന്നു. 3-ൽ ആദിത്യൻ നിന്നാൽ സദാചാരം ശീലമാക്കുക, അമ്മയുടെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം നേടിയെടുക്കുക. 4-ൽ ആദിത്യൻ നിന്നാൽ അന്തർക്ക് ഭക്ഷണം നൽകുക, മദ്യം ഒഴിവാക്കുക, മത്സ്യബന്ധനം, ഭോജനം എന്നിവയും പാടില്ല. മത്സ്യഭോജനം പാടില്ല എന്നാണ്. 5-ൽ ആദിത്യൻ നിന്നാൽ അസത്യം പറയാതിരിക്കുക, ആർക്ക് നേരെയും ദ്വേഷം പുലർത്താതിരിക്കുക, വാഗ്ദാനങ്ങൾ പാലിക്കുക, ചുവന്ന മുഖമുള്ള വാനരന്മാർക്ക് പനം ചക്കര ചേർത്ത ഭക്ഷണം നൽകുക. 6-ൽ ആദിത്യൻ നിന്നാൽ വാനരന്മാർക്ക് ഗോതമ്പും പനഞ്ചക്കരയും നൽകുക, വെള്ളിയോ നദീജലമോ വീട്ടിൽ സൂക്ഷിക്കുക, മാതാവിൻ്റെയോ മുത്തശ്ശിയുടെയോ പാദങ്ങൾ കഴുകുക, ചതുരാകൃതിയിലുള്ള ചെമ്പ് തകിട് കുഴിച്ചിടുക. 7-ൽ ആദിത്യൻ നിന്നാൽ രാത്രിയിൽ ഭക്ഷണം പാകം ചെയ്ത ശേഷം പാലൊഴിച്ച് തീ കെടുത്തുക എന്നാണ്. ചെമ്പ് തകിട് കുഴിച്ചിടുക, കറുത്ത പശുവിനെയോ കൊമ്പില്ലാത്ത പശുവിനെയോ തീറ്റിപ്പോറ്റുക. ജോലികൾ ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം മധുരം കഴിച്ച് വെള്ളം കുടിക്കുക. പാചകത്തിന് ശേഷം അടുപ്പിലെ തീയിൽ ആ ഭക്ഷണത്തിൽ നിന്നും അല്പം ഇടുക. ഇനി ആദിത്യൻ 8-ൽ നിന്നാൽ തെക്ക് വശത്ത് വീടിന് പ്രധാന പ്രവേശനവാതിൽ പാടില്ല, വെളുത്ത പശുവിനെ വളർത്തുക, സദാചാരം പാലിക്കുക, ജ്യേഷ്ഠ സഹോദരനെയും പശുവിനെയും സേവിക്കുക. 9-ൽ ആദിത്യൻ നിന്നാൽ പിത്തളപാത്രങ്ങൾ ഉപയോഗിക്കുക, പാൽ, വെള്ളി, അരി എന്നിവ ദാനം സ്വീകരിക്കരുത്, അമിതകോപവും അധികമായ സഹനശക്തിയും പാടില്ല. 10-ൽ ആദിത്യൻ നിന്നാൽ വെളുത്ത തൊപ്പി ധരിക്കുക, കറുത്ത പശുവിനെ പൂജിക്കുക. 11-ൽ ആദിത്യൻ നിന്നാൽ മദ്യം, മത്സ്യം എന്നിവ ഉപയോഗിക്കരുത്, മത്സ്യബന്ധനം പാടില്ല, അസത്യം പറയരുത്,
അറവുകാരനിൽ നിന്ന് ആടിനെ വാങ്ങി അതിനെ വളർത്തുക. 12-ൽ ആദിത്യം നിന്നാൽ ഒരു മെക്കാനിക്കായി ജോലി ചെയ്യരുത്. വീടിന് വിശാലമായ മുറ്റമുണ്ടാവണം. ഇത്രയുമൊക്കെയാണ് പരിഹാരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആദിത്യദോഷം ഉണ്ടെന്ന് ജാതക പരിശോധനയിൽ കണ്ടു കഴിഞ്ഞാൽ ആദിത്യനെ പ്രീതിപ്പെടുത്തേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നാൽ അനുയോജ്യമായ ജാതകം ഒത്തുവരികയും നല്ലൊരു ജീവിതം കരുപിടിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.